ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മൾ കൃഷിയെപ്പറ്റി ഓരോ ഘട്ടങ്ങളായിട്ടുള്ളതും പല ടിപ്സുകളൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന കുറച്ച് വിളവെടുപ്പ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വ്ളോഗേഴ്സ് കാണിക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പയറിനൊക്കെ ആണെങ്കിൽ ആദ്യത്തെ കുറച്ച് വിളവ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വിളവൊന്നും കിട്ടുന്നില്ല. ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേ നമ്മുടെ പയറ് രണ്ടാമത് നമ്മൾ നട്ട പയറ് രണ്ടെണ്ണം വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പന്തലിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ചെടിച്ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. പോട്ടി മിക്സ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഒരു കമന്റ് സ്ഥിരം ഉണ്ടായിരുന്നു, ചാണകം ഇല്ലാതൊരു പരിപാടി നിങ്ങൾക്ക് ഇല്ലെന്നല്ലേ. അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നേ. അപ്പം നമ്മളുടെ കൃഷിയിൽ മെയിനായിട്ടും ഉണക്ക ചാണകപ്പൊടി നമ്മളെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ല നൈട്രജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ്, കരിയില ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ട് അതിനകത്ത് പടത്തിക്കൊണ്ട് വരുന്നതാണ് പയർ. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെ നമുക്ക് ഇതിന്റെ ഇലകൾക്ക് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമുക്ക് ചിത്രകീടം തന്നെ കണ്ടതന്നെ, ചെറുതായിട്ട് ചിത്രകീടമൊക്കെ വരുന്നത് കണ്ടോ. ഇത് നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും കീടനാശിനി അതിന്റെ ആരംഭഘട്ടം തൊട്ട് അടിച്ചു കൊടുക്കണം. ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് പയറൊന്ന് വിളവെടുക്കാവേ. അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഈ പയറെല്ലാം ഇവിടെ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. പയറുകളെല്ലാം വേണ്ട അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ചേച്ചി ചോദിച്ചായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിന് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണാണ് ഏറ്റവും നല്ല വളവും കീടനാശിനിയും. കാരണം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം കുറച്ച് സമയം വന്ന് ഇതിൽ കീടങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ പുഴുവിനെയൊക്കെ എടുത്ത് കളയുക, ഒന്ന് തൊട്ട് തലോടുക. അങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് ഇതിനെ പരിപാലിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാതെ കൃഷി ചെയ്തു പോകാനായിട്ട് പറ്റും. ഈ പറയുന്ന കീടങ്ങളുടെ ആക്രമണം എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വ്ളോഗേഴ്സും കൃഷി ചെയ്യുമ്പോഴും ഉണ്ടാകും. ജൈവ രീതിയിലുള്ളതാണേ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. ഞാൻ പയർ ഇങ്ങനെ പിരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ തിരിക്കുമ്പോഴത്തേന് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് വിളവെടുക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇതിൽ തന്നെ ഞാൻ പാവലും കൂടെ കടത്തി വിട്ടിട്ടുണ്ട്. ഇതാ ചെറിയ ഉണ്ടപ്പാവലാണേ. വേണ്ടേ, നമുക്ക് ഇന്നത്തെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് തോരൻ വെക്കാനായിട്ടുള്ളതായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, എന്തൊരു സന്തോഷമാണ്. ഇതൊക്കെ നമ്മളൊന്ന് എടുക്കുമ്പോഴത്തേന് ഇത് പൂർണ്ണമായിട്ടും ജൈവമാണ്. ഇനി നമുക്ക് കുറച്ച് വഴുതന വിളവെടുക്കാം. നമ്മുടെ വഴുതന പിള്ളേരെ കഴിഞ്ഞ മഴ സമയത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതേ കണ്ട് നിറച്ചു പൂക്കളാണ്. ഇതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാവോ? ഇത് ഫിഷ് അമിനോ ആസിഡ് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതാ. അതിനുശേഷം നിറച്ചു പൂക്കളായി. മഴക്കാലത്ത് ആ സമയത്തൊക്കെ നമുക്ക് നല്ലതായിട്ട് വിളവ് കിട്ടിയത്. അതിനുശേഷം 1, 2, 3 വിളവിന് ശേഷം നമ്മൾ ഡോളോമൈറ്റ് ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് മണ്ണെല്ലാം സെറ്റാക്കി പിന്നെ ഇടയ്ക്ക് നമ്മൾ വളങ്ങൾ കൊടുക്കുമല്ലോ, അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമായിട്ടും അതിന് പൂക്കളൊന്നും വരാതിരുന്നപ്പോൾ നമ്മൾ ഫിഷ് അമിനോ അടിച്ചു കൊടുത്തു. ഇപ്പൊ നല്ലതായിട്ട് പൂക്കൾ വരുന്നുണ്ട് കണ്ടോ. ആദ്യം നമുക്ക് കിട്ടിയ ആ വലിയ കായുടെ അത്രയും വലിപ്പമില്ല, എന്നാലും അതിന്റെ ഒരു പകുതി കൂടുതലായിട്ടുണ്ട്. എല്ലാ പൂക്കളും തേണ്ട കായായിട്ട് വരുന്നുണ്ടേ. ഈ നീല കളറിലെ വഴുതന ഉണ്ടല്ലോ, ഡാർക്ക് പർപ്പിൾ ബ്രിഞ്ചാൾ, ഇതൊരു നല്ല ഇനമാണ്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കീടബാധ ഉണ്ടാവുകയോ അല്ലെ മൂടുചെയ്യൽ വരുവോ ഒന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം കുറേ നാൾ നിന്ന് വിളവെടുക്കുന്നു. നമ്മുടെ ഒരു അനുഭവമാണ്. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന പച്ചയും മാലാഖ വഴുതനെ അതെല്ലാം പോയിട്ടും ഇത് പോയിട്ടേ ഇല്ല. ആ കൂട്ടത്തിൽ വെച്ചിട്ടുള്ളതായത് ഇതിന്റെ എല്ലാം വിത്ത് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ സന്തോഷം, കഴിഞ്ഞ മഴ സീസണിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ ബേറാപ്പിള്. ഇതേ കണ്ടോ, 2 കുഞ്ഞി കായകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വിളവെടുക്കുന്നില്ല, നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളേ. നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു കുക്കുംബർ വിളവായിട്ട് നിൽപ്പുണ്ട്. അതങ്ങ് വിളവെടുക്കാം. നമ്മുടെ മുള്ളൻ കുക്കുംബറ കേട്ടോ, നല്ല ടേസ്റ്റായത്. ഇതിന്റെ എല്ലാം വിത്ത് നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ എടുക്കാവുന്നതാണ്. കുറേ ഐറ്റം കുക്കുംബർ നമ്മുടെ കയ്യിലുണ്ട്.
ഇനി നമുക്ക് കുറച്ച് പച്ചത്തക്കാളി വിളവെടുക്കുന്നില്ല, കാരണം ഇത് ഞാൻ കാണിക്കാം. അതിൻ്റെ ഒരു സംഭവം നമുക്കുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് നിറച്ച് കായ പിടിച്ച് നിൽക്കുക. ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഇതേപോലെ ഇതിനെക്കാട്ടി വിളവ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവം കാണിക്കാവേ. നിങ്ങളെ കുടഞ്ഞിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇത്രയും പാകമാകാത്തതൊക്കെ ആയിട്ടുള്ള തക്കാളി നമ്മൾ ഇന്നലെ രാത്രി പറിച്ചു മാറ്റിയതാ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പം പിന്നെ ഇന്നലെ രാവിലെ ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കാൻ വന്നപ്പോൾ തന്നെ ചെടിക്കൊരു വാട്ടം ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും പിന്നെയും വാടി നിൽക്കുന്നത്, നന്നായിട്ട് വാട്ടം. അപ്പം നമുക്ക് മനസ്സിലായി വാട്ടരോഗമുണ്ട്. ഇനി ആ ചെടിയെ നിർത്തുകയാണെങ്കിൽ നമ്മുടെ ഇപ്പുറത്തോട്ടുള്ള ചെടിയിലോട്ട് അത് ബാധിക്കും. അതുകൊണ്ട് അന്നേരം തന്നെ നമ്മൾ അതിനെ പിഴുതു മാറ്റി ഇതിനകത്ത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് വെച്ചിരിക്കുക. മണ്ണിൽ കൂടെയുള്ള കീടബാധ കാരണം വാട്ടരോഗം വരുന്നത്. നമ്മൾ സ്യൂഡോമോണസ് ഒക്കെ ഇട്ട് വളരെ കെയർ ആയിട്ട് കൃഷി ചെയ്തത്, എന്നാലും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അത് അന്നേരമേ പറിച്ചു മാറ്റിയില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചെടിയിൽ പെട്ടെന്ന് ബാധിക്കും. അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് തക്കാളി കിട്ടിക്കൊണ്ടിരുന്ന ചെടിയാണ്. സാരമില്ല, നമ്മളിപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി. ഇനിയും അടുത്ത സെക്ഷൻ നമ്മൾ അവിടെ തന്നെ നടും. ഇതേ കണ്ടോ, ഇവിടെ നമ്മളൊരു തുളസി ചെടി വെച്ചിരിക്കുന്ന കണ്ടോ. നമ്മുടെ കൃഷിയിടത്തിലെ ഇടയ്ക്ക് ഇങ്ങനെ തുളസി ചെടി വെച്ച് കൊടുക്കുവാണെങ്കിൽ കീടങ്ങളുടെ ശല്യം കുറയും. അതുകൊണ്ട് നമ്മൾ കൃഷിയിടത്ത് അവിടെ ഇവിടെയായിട്ട് ഇത് വെക്കാറുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ നമ്മളൊരു കുക്കുംബർ വെച്ച് നമ്മൾ കുറേ വിളവെടുത്തതാണ്. അതിന്റെ മുകൾ വശമൊക്കെ കണ്ടോ. ആ സമയത്ത് ഇവിടെ പൂവൊക്കെ വന്നിട്ട് ചെറിയൊരെണ്ണം നിപ്പം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ അന്നേരം ആ പൂ കളയാൻ തോന്നിയില്ല. അതിനെ നമ്മൾ അവിടെ നിർത്തി. ഇതിവിടെ വിളവെടുത്തതിന് ശേഷം ഇത് പിഴുത് മാറ്റി അടുത്തത് നടാമെന്ന് വിചാരിച്ചു. വളരെ ചെറിയൊരു കായാണ്. ഈ വലുപ്പത്തിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ പിഴുതു മാറ്റി ഇവിടെ പുതിയത് നടും. ഇന്നലെ നമ്മൾ വെണ്ടയ്ക്ക എടുത്തായിരുന്നു കേട്ടോ. വെണ്ടയ്ക്ക നോക്കി നിൽക്കുന്ന സമയം കൊണ്ടാ മൂക്കുന്നത്. ഇന്നലെ പാകമാകാത്ത കുറച്ച് ഐറ്റം ഇന്ന് പാകമായിട്ടുണ്ട് കണ്ടോ. അതിനെ നമുക്കങ്ങ് വിളവെടുക്കാം. ഇന്ന് ശരിക്കും വെണ്ടയ്ക്ക വിളവെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനി നിന്ന് പോയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒത്തുപോകും. അത്ര സമയം മതി. അതുകൊണ്ട് നമ്മൾ അങ്ങ് വിളവെടുക്കുക. 2-3 കൂടെ നിപ്പുണ്ട്. ഇനി ഒരു പീച്ചിങ്ങ വിളവെടുക്കാറായിട്ട് നിൽപ്പുണ്ട്. പന്തലിലോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിളവെടുപ്പായിട്ട്. ഇത് സിക്കിം പീച്ചിലാണ്. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള വിത്താണ്. 250-ലധികം വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറി വിത്തുകൾ നമ്മുടെ സയൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പല ആളുകൾക്ക് അറിയില്ല ഇതുകൊണ്ട് എന്തൊക്കെ ഡിഷസ് ഉണ്ടാക്കാമെന്ന്. എനിക്കും അധികം അറിയത്തില്ല. ഞാൻ ആകെ തോരൻ വെക്കുകയും ഡാൽക്കറി ഉണ്ടാക്കാനായിട്ടും മാത്രമാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു കൂണിൻ്റെ ഒക്കെ ടേസ്റ്റിനോട് സാമ്യം എനിക്ക് തോന്നി. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡിഷസ് ഉണ്ടാക്കുന്ന ആരെയൊക്കെ അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാൻ മറക്കരുതേ. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വിളവുകൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതുപോലെ ഒരു കുഞ്ഞടുക്കളത്തോട്ടം നിങ്ങളും റെഡിയാക്കുകയാണെങ്കിൽ നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ വിളവെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു സന്തോഷം വേറെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.